അപ്പൊ നമ്മുടെ കോഴ്സ് വേരിയസ് LGSന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ബാച്ച് ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് മലമറിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളൊന്ന് പരിചയപ്പെടുക, ഒപ്പം തന്നെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളും ഞാനും തമ്മിൽ ഒന്ന് സംസാരിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. നമുക്ക് കുറച്ച് പിള്ളേരും കൂടെയൊക്കെ നമ്മുടെ ബാച്ചിലേക്ക് വരാനുണ്ട്. യെസ്, അപ്പോ നമ്മൾ ഇന്നും നാളെയൊക്കെ ഇൻട്രൊഡക്ഷൻ ലെവലുള്ള ക്ലാസ്സുകളായിരിക്കും. തിങ്കളാഴ്ച മുതൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ്സുകളായിട്ട് പോകാം. കുറെ പേര് തിരുവനന്തപുരത്തുകാരൊക്കെ LDC പരീക്ഷ അങ്ങ് കഴിയട്ടെ, പലരും LDC കഴിയട്ടെ, ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ കഴിയട്ടെ, LGSന് വേണ്ടി പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ പോയി സെറ്റ് ആയാലാണ് നമുക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടെ കിട്ടുള്ളൂ, നിങ്ങൾക്ക് മാത്രമല്ല നമുക്കും കൂടെ കിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യഘട്ടത്തിൽ ഒരു ഫൗണ്ടേഷൻ ഒക്കെ അങ്ങോട്ട് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഡേറ്റ് വരുമ്പോഴത്തേക്കും പിന്നെ അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഏകദേശം ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ പരീക്ഷ എഴുതി അടുത്ത ഒരു 6 മാസം 2025 ഈ സമയമൊക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇതിന്റെ പേര് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്താ നിങ്ങളുടെ പേരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ യൂട്യൂബ് സെഷനിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും അതിനെ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ കണ്ടന്റുകൾ നമ്മൾ തരും. കണ്ടന്റ് ഇപ്പൊ കിട്ടാൻ ഒരു ക്ഷാമവുമില്ല. ജോയിൻ ചെയ്തില്ലെങ്കിലും കണ്ടന്റ് കിട്ടാൻ എന്തെങ്കിലും യൂട്യൂബ് നോക്കി മാത്രം പഠിച്ചാലും കണ്ടന്റ് കിട്ടൂലേ? യെസ്, കണ്ടന്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അതെന്ത് ചെയ്യാം, നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ആ കണ്ടന്റുകൾ 100% പെർഫെക്റ്റ് ആയിട്ട് തരിക എന്ന് പറയുന്നത് വാസ്തവമാണ്, അത് വേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടതാണ് എന്ത്, എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. നമ്മൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്, നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. പഠിപ്പിക്കുക എന്നതിലുപരി ഞാൻ പറഞ്ഞാൽ ഒരു ബാച്ചിൽ നമ്മൾ മാക്സിമം 100 പേരെയാണ്, 101ാമത്തെ ആളെ ഒന്നാമത്തെ ഒരു ബാച്ചിലേക്ക് നമ്മൾ എടുക്കില്ല. ഈ ബാച്ച് ഇപ്പൊ നമുക്കറിയാലോ, ഒരു എന്താ പറയാ, ചിലരൊക്കെ എവിടെയെങ്കിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലാത്തവരൊക്കെ ഇനി അങ്ങ് ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അതിന്റെ ഒരു മിഡിലുള്ള ടൈമാണ്, എങ്കിലും നമുക്ക് തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. യെസ്, അപ്പോ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പിള്ളേരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും 100 പേര് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടാവുക. അപ്പൊ ഇത് ജിൽനയാണ്, ഇത് ശ്യാമയാണ്, ഇത് റെജിയാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യും, പരീക്ഷകൾ നടത്തും, നിങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് ഓഫ്ലൈൻ മോഡിലായിരിക്കും നമ്മൾ ഈ കോഴ്സ് കൊണ്ടുപോകുക. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ മീറ്റുകൾ വിളിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയണം, ഏത് ഏരിയയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയണം, മാത്സ് എനിക്ക് കിട്ടുന്നില്ല, എസ് അല്ലെങ്കിൽ GK ഇന്ന പോർഷൻസ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ശരിയാക്കി മുന്നോട്ട് പോകാം കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് കോഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ യൂട്യൂബ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് വീണ്ടും ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോ കൂടെ ഇവിടെ കൂടെ കൂടിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ സിലബസ് ആണ്, അല്ലെ? എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. LDCക്ക് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കുറച്ചു പേരെങ്കിലൊക്കെ, ഒരു ഭൂരിഭാഗം ആളുകളും LDC പഠിത്തത്തിലാണ് ഇപ്പോ. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഡിഗ്രി ഇല്ലാത്ത ആളുകളെ വേരിയസ് LGSലേക്കും, ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസ് ഒക്കെ എഴുതാൻ വേണ്ടി വരുള്ളൂ. ഇപ്പൊ അവർ LDCയുടെ ാണ് ഒരുവിധം ആളുകൾ, അല്ലെ? അല്ലാത്ത ആളുകൾ LGS മാത്രം ഫോക്കസ് ചെയ്ത ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, LDCക്ക് പഠിക്കുന്ന പോലെ അല്ല LGSന് പഠിക്കേണ്ടത്. LDCക്ക് പഠിക്കുന്ന, LDC എന്ന് പറയുന്ന അത്രത്തോളം ആളുകൾ പരീക്ഷ എഴുതുന്ന കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഇൻഡെപ്ത് പഠനമല്ല LGSന് ആവശ്യമായിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ട്, ലോജിക്കലായിട്ട് സിലബസിനെ അറിഞ്ഞുകൊണ്ടുള്ള പഠനമാണ് LGSന് ആവശ്യമുള്ളത്. അല്ലാതെ കാട് കയറി പരക്കെ പഠിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ കേരള ജോഗ്രഫി നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ? ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കിയിട്ടുണ്ടോ? അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോക്കുക, അതിന് ഒരു വഴിയുണ്ട്. ആ വഴിയിലായിരിക്കും നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക കേട്ടോ. അപ്പൊ LDC പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം വേണ്ട. സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയിൽ സഞ്ചരിച്ച് കൃത്യമായിട്ട് പഠിക്കുക. പഠനത്തോടൊപ്പം പരീക്ഷാ ഹാളിൽ 1.25 മണിക്കൂർ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. അത് മതി, ജോലി കിട്ടും കേട്ടോ.
യെസ്, ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, അപ്പൊ വേരിയസ് എൽജിഎസിന്റെ കാറ്റഗറി നമ്പർ ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും ഇനി കിട്ടണം 535/2023. സിലബസിൽ GK 40 മാർക്ക്. ഞാൻ ഡിസ്കസ് ചെയ്തോട്ടെ, സിലബസ് ഒക്കെ പറഞ്ഞോട്ടെ, ഇത് അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി ഇപ്പൊ പരിചയപ്പെടുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, സമയം പോലെ പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ നോക്കിയേ നിങ്ങളെ, 535/2023 പൊതുവിജ്ഞാനം GK 40 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ GK എല്ലാം എന്നുണ്ടോ? ഇല്ല. ആ GKയിൽ 40 മാർക്കിന് എന്തൊക്കെയാ പഠിക്കേണ്ടതെന്നുള്ളത് അപ്പുറത്തെ പേജിലുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ GK 40 മാർക്കാണ്. ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, 10 അല്ല 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇനി സയൻസ് 10 മാർക്ക് ഉള്ളോ? സയൻസിൽ തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും പൊതുജനാരോഗ്യം. അത് സിലബസ് കണ്ടാൽ മനസ്സിലാവും. ഇത് രണ്ടും സയൻസിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ സയൻസ് 20 എന്ന് തന്നെ നമുക്ക് പറയാം. കറണ്ട് അഫയേഴ്സ് 20, സയൻസ് 20, GK 40, പിന്നെ താഴെ ലഘുഗണിതം, ചെറിയ ഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അതായത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്. ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, 20 മാർക്ക് കറണ്ട് അഫയേഴ്സ്, 20 മാർക്ക് സയൻസ്, 20 മാർക്ക് മാത്സ്, പിന്നെ 40 മാർക്ക് GK എല്ലാം കൂടെ ചേർത്തിട്ട്. ഇങ്ങനെ വളരെ ലളിതമായ, ഇംഗ്ലീഷിന്റെ ബുദ്ധിമുട്ടലുകൾ ഇല്ലാത്ത, മലയാളത്തിന്റെ കഷ്ടപ്പെടുത്തലുകൾ ഇല്ലാത്ത, മലയാളം എളുപ്പമാണെന്നൊക്കെ പറയും, പക്ഷെ UP പരീക്ഷയിലെ അത്രയും പിള്ളേര് വെള്ളം കുടിച്ചത് മലയാളത്തിനാണ്. അപ്പൊ ഓരോ പരീക്ഷയിലും മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇംഗ്ലീഷും മലയാളവും ആ പിന്നെന്താണ് പറയാ, പ്രതിസന്ധികളൊന്നുമില്ല. പഠിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം ഏതാ? ഒന്ന് കമന്റ് ചെയ്യാമോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള വിഷയം, ഏറ്റവും എളുപ്പമുള്ള GK ആണോ, കറണ്ട് അഫയേഴ്സ് ആണോ, സയൻസ്, പൊതുജനാരോഗ്യം, രണ്ടും കൂടെ ഒന്നിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ലഘുഗണിതം, മാത്സ്, ഇതിൽ ഏതാണ് ഏറ്റവും എളുപ്പമുള്ളത്? മാത്സ് എളുപ്പമുള്ള ആളുകളുണ്ട്, GK എളുപ്പമുള്ള ആളുകളുണ്ട്, CA എളുപ്പമുള്ള ആളുകളുണ്ട്. സയൻസ് ആർക്കും എളുപ്പമില്ലേ? ഓരോരുത്തർക്കും എളുപ്പമുള്ളതും ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുള്ളതൊക്കെ സബ്ജക്റ്റുകൾ വ്യത്യാസമായിരിക്കും അല്ലെ? മാത്സ് ആണ് കൂടുതൽ പേർക്ക് എളുപ്പം. യെസ്. എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏതാ, ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഏതാണ് ഈ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കുറച്ച് പേരേ ഉള്ളൂ ഇപ്പോ. യെസ്, ജോയിൻ ചെയ്ത എല്ലാവരും തന്നെ ലൈവിൽ എത്തിയിട്ടില്ല. ഓക്കെ, മാത്സ് പാടാണ് എനിക്ക്. ഓക്കെ, യെസ്. അപ്പൊ മാത്സ് എളുപ്പമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. CA എളുപ്പമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഓക്കെ, GK നോക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ കൃത്യമായി GK മറ്റു പരീക്ഷയ്ക്കൊന്നും പഠിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരേപോലെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിരോധാഭാസം അല്ലേ? അതായത് ചില ആളുകൾക്ക് മാത്സ് നല്ല എളുപ്പമാണ്, ചില ആളുകൾക്ക് മാത്സ് നല്ല ബുദ്ധിമുട്ടാണ്, എന്നിട്ട് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ഒരേപോലെ. അത് തന്നെ ഒരു പ്രശ്നമല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ പരീക്ഷകൾ വെക്കും, നിങ്ങൾ വീക്ക് ആയിട്ടുള്ളത് ഏതാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഗൂഗിൾ മീറ്റിൽ, ഇവിടെ ആവുമ്പോൾ നിങ്ങളെ നമുക്ക് കാണാൻ പറ്റൂല, നിങ്ങളെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഈ സിലബസ് നമുക്ക് കവറിലാക്കി പോക്കറ്റിലാക്കി കൊണ്ടുപോകുന്നതല്ലേ ഉള്ളൂ അല്ലേ? GKയിലെ 40 മാർക്ക് ആനുകാലിക വിഷയങ്ങൾ, ഇതിൽ 100 വേണ്ട, ഒരു 80 ഒക്കെ ടാർഗറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 85 ഒക്കെ ടാർഗറ്റ് ചെയ്ത്, 90 ഒക്കെ ടാർഗറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ടാർഗറ്റ് എന്തായാലും കൂട്ടി വെക്കുക കേട്ടോ. 90 തന്നെ കിട്ടണം, 92 തന്നെ കിട്ടണം എന്ന് വിചാരിച്ച് പഠിച്ചോളാം. അപ്പൊ നമുക്കൊരു 80+ ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഓക്കെ, യെസ്. അപ്പൊ GKയും കറണ്ട് അഫയേഴ്സും സയൻസും പൊതുജനാരോഗ്യവും ഈ പറയുന്ന മാത്സും, ഇതാണ് സിലബസ്. ഈ സിലബസ് കയ്യിലില്ലാതെ ആരും പഠനം തുടങ്ങരുത്. ഈ സിലബസ് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അതെങ്ങനെ ആക്സസ് ചെയ്യുക എന്നുള്ള കാര്യവും നമുക്ക് പറയാം കേട്ടോ. ഇനി നോക്കിയേ നിങ്ങളെ, നമ്മുടെ GKയുടെ സിലബസ് നോക്കിയേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എത്രയും ചുരുക്കിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നോക്കിയത് നിങ്ങൾ. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതിയും നേട്ടങ്ങളും. ഇത് രണ്ടും കൂടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതിയൊക്കെ കൂടെ ചേർത്തിട്ട് 10 മാർക്ക്. വളരെ ചുരുങ്ങിയ ഹിസ്റ്ററി. അതിന് നമ്മുടെ അനൂപ് സാർ ഉണ്ട്. ഓക്കെ, അനൂപ് സാറ് ആരെയും പൊക്കി പറയുന്നല്ല, നമ്മുടെ ടീച്ചേഴ്സിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്.
ആ മനു സാറ് 1038 PSC ലിസ്റ്റിൽ വന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മെയിൻ സബ്ജക്റ്റ് ആണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. യെസ്, അപ്പോ LDC ബാച്ചിൽ SCRT സോഷ്യൽ സയൻസ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒന്ന് തരികയാണെങ്കിൽ ഈ പറയുന്ന 10 മാർക്ക് താഴെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ചെറിയൊരു ടോപ്പിക്, ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ, ആർട്ടിക്കിൾസ്, അമെന്റ്മെന്റ്സ്, റിട്ടുകൾ, ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അങ്ങ് പഠിച്ചു കഴിഞ്ഞാല് യെസ് എന്തായി, ആ 5 മാർക്കും നമുക്ക് പോക്കറ്റിലാക്കാം. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ബേസിക് ഫാക്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജോഗ്രഫി ഇല്ല കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ഈ പറയുന്ന ജോഗ്രഫിയും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 20 മാർക്ക്. ഇന്ത്യ പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷൻ 20 മാർക്ക്. ഇന്ത്യൻ ജോഗ്രഫി ആകെ 5 മാർക്ക്, ഹിസ്റ്ററിയും പഞ്ചവത്സര പദ്ധതിയും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ 5 മാർക്ക്, പക്ക ഹിസ്റ്ററി 5 മാർക്ക്, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. അങ്ങനെ ടോട്ടൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഭരണഘടനയുമായി ബന്ധപ്പെട്ടതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 20 മാർക്ക്. സെറ്റാണോ? യെസ്. അപ്പൊ അതാര് നോക്കിക്കോളും? അനൂപ് സാറും അഭിരാം സാറും കൂടി നോക്കിക്കോളും കേട്ടോ. ഓക്കെ, അനൂപ് സാറും അഭിരാം സാറും കൂടെ ചേർന്നിട്ട് പൊതുവിജ്ഞാനം ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പക്ക ആക്കി മാറ്റും, അതിലൊരു സംശയവും വേണ്ട. പിന്നെ വേറെയും ചിലപ്പോൾ എന്താണ് വെറൈറ്റി ആയിട്ടൊക്കെ ക്ലാസ്സുകൾ കോഡൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കാനുള്ള ടീച്ചേഴ്സിനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇടയിലൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അതൊന്നും നിങ്ങളെ കാര്യമാക്കണ്ട, എല്ലാം നമ്മൾ ചെയ്യും കേട്ടോ. പിന്നെ നോക്കിയേ നിങ്ങളെ, യെസ്, ഇവിടെ കേരളം ഭൂമിശാസ്ത്രം, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ കൂടെ ചേർത്തിട്ട് കേരളവുമായി ബന്ധപ്പെട്ട പൊതുവിവരങ്ങൾ 10 മാർക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, അതൊക്കെ എന്തായാലും എല്ലാവരും പഠിക്കുന്നതാണല്ലോ, അതിന് 5 മാർക്ക്. ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സാമൂഹിക മുന്നേറ്റങ്ങളും നവോത്ഥാന നായകന്മാരും 5 മാർക്ക്. അപ്പോ ജോഗ്രഫി, കേരള ജോഗ്രഫി 10 മാർക്ക്, കേരള ഹിസ്റ്ററി 5 മാർക്ക്. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക്. ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, അതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 5 മാർക്ക് കേട്ടോ. അങ്ങനെ ടോട്ടൽ എത്ര മാർക്കായി? 40 മാർക്കായി. അവിടെ 20, ഇവിടെ 20. ഓക്കെ, ഹിസ്റ്ററി, യെസ്, ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതിയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതൊരു 5 മാർക്കിന് സെപ്പറേറ്റ് ഒരു ഭാഗമായിട്ട് കൊടുത്തു. പിന്നെ ഭരണഘടന, വളരെ ചെറിയ ഭരണഘടന. പിന്നെ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ചെറിയൊരു ജോഗ്രഫി. കേരളത്തിന്റെ ജോഗ്രഫി ടോട്ടൽ 10 മാർക്ക്. യെസ്, നവോത്ഥാന നായകന്മാരും കേരളത്തിന്റെ ഹിസ്റ്ററിയും കൂടെ എത്ര മാർക്ക്? 5 മാർക്ക്. കല, കായിക, സാംസ്കാരിക മേഖല 5 മാർക്ക്. ഓക്കെ, ഇപ്പൊ ഞാനൊരു പരീക്ഷ ഇടുകയാണെങ്കിൽ 40ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ധാരണ. എനിക്ക് ഇത്ര അറിയാം, 40ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വരെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഈ കാറ്റഗറി തിരിച്ച് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിലവിലെ എന്നിൽ എത്ര മാർക്കിന് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. 40ൽ GK-യിൽ 40ൽ എനിക്ക് എത്ര മുതൽ എത്ര വരെ കിട്ടും, സയൻസിൽ ഇത്ര കിട്ടും, മാത്സിൽ ഇത്ര കിട്ടും, കറണ്ട് അഫയേഴ്സിൽ ഇത്ര കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് എഴുതാൻ പോകുന്ന പരീക്ഷയെ കുറിച്ച് ഒരു ക്ലിയർ കട്ട് ഐഡിയ വേണം. അല്ലാതെ 1 മുതൽ 100 വരെ അങ്ങ് എഴുതിയിട്ട് അതിനകത്തുനിന്ന് ഒരു 50 എണ്ണം കിട്ടുമായിരിക്കും എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവണം, ആ സിലബസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, അതിനകത്ത് എത്ര കിട്ടും എന്നുള്ള കൃത്യമായ ധാരണ വേണം. ഓക്കെ, 20ഉം 25ഉം 15ഉം ഒക്കെ കിട്ടുന്നവരുണ്ട്. നിങ്ങളെല്ലാം 30+ എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യും കേട്ടോ. യെസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്, പൊതുവിജ്ഞാനം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കേട്ടോ. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ്. 20 മാർക്കിന് എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ഈ എളിവൻ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ എടുക്കും കേട്ടോ. അപ്പോ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതാ, കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ഡൗൺ ചെയ്തതാണ്. ഇതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കറണ്ട് അഫയേഴ്സ് പലരും എക്സാമിന് തോറ്റു പോകുന്നവരൊക്കെ, നിങ്ങൾ തോറ്റു പോകുന്നവരാണെങ്കിൽ നിങ്ങളെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. എക്സാമിന് തോറ്റു പോകുന്നവരൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് എപ്പോഴറിയോ? പരീക്ഷയുടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ.
നിങ്ങൾ അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എക്സാമിന് തോറ്റു പോകുന്നവരൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് പരീക്ഷയുടെ തൊട്ടടുത്ത ദിവസങ്ങളാണ്. കാരണം അതെനിക്കൊന്നും അറിയില്ല. അപ്പൊ പിന്നെ അവിടുന്ന് ഇവിടുന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് പോകാം എന്നുള്ള ഒരു ചിന്തയാണ് ഭൂരിഭാഗം ആളുകളും കറണ്ട് അഫയേഴ്സിനെ സമീപിക്കുന്ന രീതി. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇറ്റ്സ് എ റെഗുലർ പ്രാക്ടീസ് ആയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സിന് വേണ്ടി 1 മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, നെഞ്ചിൽ കൈവച്ച് ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. നമ്മളോടൊപ്പം കൂടിയ ആളുകൾ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പരീക്ഷയിലും കറണ്ട് അഫയേഴ്സ് ഒരു ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ പരീക്ഷയിൽ LP പരീക്ഷ UP പരീക്ഷയിലൊക്കെ കറണ്ട് അഫയേഴ്സ് നല്ല ടഫായിരുന്നു. പക്ഷേ 90% ചോദ്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് തുടങ്ങിയത് എന്നാ, അത് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റെഗുലർ പ്രോസസ് ആണ്. അത് എന്നും എന്ന പോലെ കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ പരീക്ഷയുടെ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സ് നോക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുക, സാഹിത്യം പഠിക്കും, നിങ്ങൾ ഇൻഡെക്സുകൾ പഠിക്കും, നിയമനങ്ങൾ പഠിക്കും, അല്ലെ? അങ്ങനെ കുറച്ച് ഏരിയ സ്പെസിഫിക് ആയിട്ട് പഠിക്കും. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ചിലപ്പോൾ ഭാഗ്യം ഇല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള രൂപത്തിലായിരിക്കും നമുക്ക് അതിനകത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. പക്ഷേ ഇത് റെഗുലർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് രാവിലെ 7:30 എപ്പോഴാണ്? രാവിലെ 7:30 മണിക്ക് നിങ്ങൾക്ക് എന്നും കറണ്ട് അഫയേഴ്സിന്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും. എപ്പോ വരെ? നിങ്ങളുടെ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടല്ലോ, അന്ന് രാവിലെ 7:30 വരെ നിങ്ങൾക്ക് എന്തുണ്ടാവും? കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് രാവിലെ 7:30 ഉണ്ടാവും. എന്തെങ്കിലും പേഴ്സണൽ തിരക്കുകൾ കാരണം മാറ്റി വെച്ചാലേ ഉള്ളൂ. കാരണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല, പക്ഷേ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അടുപ്പിച്ച് 2 ദിവസം എടുത്തില്ലെങ്കിൽ കൈ വിറയ്ക്കും എന്നുള്ള ഒരു അവസ്ഥയാണ്. ചുമ്മാ പറഞ്ഞല്ല, സത്യമായിട്ട് പറഞ്ഞാണ്. ഇന്നലെയൊക്കെ ഉണ്ടല്ലോ, ഒരു ബാംഗ്ലൂരൊക്കെ പോയിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 2 ദിവസം ക്ലാസ് എടുത്തില്ല. ഭയങ്കര എന്തോ ഒരു വിഷമാണ്. രാത്രി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കഷ്ടപ്പെട്ടിട്ട് ഉറക്കമൊക്കെ ഉണ്ടാക്കി, എന്നാലും ഞാൻ എന്ത് ചെയ്തു, രാത്രി എന്റെ ബാധ്യത ഞാന് ക്ലാസ് ആയിട്ട് എടുത്ത് അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഒരു സമാധാനമാണ്. അപ്പൊ എന്നും എന്ന് പറഞ്ഞ പോലെ രാവിലെ 7:30 നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ രാവിലെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തോ പോകും. കാരണം ഇത് ഇത്ര ക്ലാസ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്, UP LGS പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു 40 ക്ലാസ് തന്നാലും കുഴപ്പമൊന്നുമില്ല. കറണ്ട് അഫയേഴ്സ് അവിടെ എവിടെയൊക്കെ തൊട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. പക്ഷേ ഇത് നമുക്ക് എന്താണ്, നമുക്കൊരു പാത്ത് ഉണ്ട്. ആ പാത്ത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. മാക്സിമം മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ ചെയ്യും. യൂണിവേഴ്സിറ്റി LGSനെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSന് 20-ൽ 18 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതിലും അപ്പുറത്തേക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ ശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും കേട്ടോ. രാവിലെ 7:30 കറണ്ട് അഫയേഴ്സിന്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. കറണ്ട് അഫയേഴ്സ് പിന്നെ LDCക്കാർക്കുള്ള കറണ്ട് അഫയേഴ്സ്, LGSകാർക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അങ്ങനെയൊന്നുമില്ല. ചില ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യും, LGSകാർക്ക് സ്കിപ്പ് ചെയ്യാന്നല്ലാതെ CA ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഫാക്ട് ആണ്. അപ്പൊ അത് കോമൺ ആയിട്ടായിരിക്കും ക്ലാസ്സുകളും ഉണ്ടാവുക കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ ആഴ്ച, അതായത് അടുത്ത തിങ്കളാഴ്ച മുതലാണ് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നീട്ടുന്നൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. യെസ്, അപ്പൊ ഫസ്റ്റ് വീക്കിലെ സൂപ്പർ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് റാൻഡം ആയിട്ട് പഠിക്കും. ഓക്കെ, നമ്മൾ ഏരിയ വൈസ് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, സൂപ്പർ സെലക്റ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, നല്ല ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറെ അധികം ചോദ്യങ്ങൾ, ഡെയിലി ഒരു 50 ചോദ്യങ്ങൾ വെച്ചിട്ട് പഠിക്കുന്നു ആദ്യത്തെ ആഴ്ച. അപ്പോ അതിങ്ങനെ ഡെയിലി പഠിച്ചു വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സിനോട് ഒരു ഇഷ്ടം വരണം. അതായത് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നാളെയും കൂടെ ഒന്ന് നോക്കിയിട്ട് റിവിഷൻ ചെയ്ത് വന്നേ നിങ്ങൾക്ക് ആ ഒരു 100-300 ഫാക്ടുകൾ ഫണ്ടമെന്റലി നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനോടൊരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് വരണം. പിന്നെ നമുക്ക് പിറ്റത്തെ ആഴ്ച മുതൽ എങ്ങനെയാണ് പ്ലാനുകൾ എന്നുള്ളത് അവതരിപ്പിക്കാം കേട്ടോ. അതിനൊരു കാരണം കൂടി ഉണ്ട്. അടുത്ത ആഴ്ച എന്ന് പറയുന്നത് നമ്മുടെ LDC പിള്ളേർക്ക് 27-ാം തീയതി ആണല്ലോ പരീക്ഷ. അപ്പൊ അവർക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ചോദ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അവരത് അതോടുകൂടി തീരും. പിന്നെ നമുക്ക് അങ്ങനെ പോവാം കേട്ടോ. അപ്പൊ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഫസ്റ്റ് വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഡെയിലി നമ്മൾ ക്ലാസ്സിൽ എക്സാം വെച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് പോകാറുള്ളൂ. 5.5 വർഷമായിട്ട് നമ്മൾ ശീലിക്കുന്ന ഒരു സ്വഭാവമാണ് അത് മനീഷ്
കേട്ടോ. ഓക്കെ, ഇനി റീസെന്റ് ആയിട്ട് എന്തൊക്കെയാണ് PSC കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കും കേട്ടോ. ഇപ്പൊ നിലവിൽ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിലാവും, MS സ്വാമിനാഥൻ, ചന്ദ്രയാൻ 3, യെസ്, അതുപോലെ തന്നെ അഗ്നി 5, ഇങ്ങനെയുള്ള ചില ഏരിയാസ് കൃത്യമായ ഇടവേളകളിൽ PSC വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നിലവിലെ എന്താണ് ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ചോദ്യങ്ങളും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തും. പിന്നെ നമ്മൾ പറയേണ്ടതില്ലല്ലോ, ഡെയിലി നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് പേപ്പർ, പത്രം വായിച്ച് അതിനകത്ത് നിന്ന് കിട്ടുന്ന പോയിന്റുകളെ നിങ്ങൾ പത്രം വായിക്കണമെന്നില്ല. നമ്മുടെ റിസർച്ച് ടീം ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ ഓരോ ദിവസത്തെയും കണ്ടന്റുകൾ ആഡ് ചെയ്യും വെബ്സൈറ്റില്. യെസ്, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഡെയിലി പത്രത്തിൽ നിന്നുള്ള കണ്ടന്റുകൾ ഉണ്ടാവും, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും, ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കറണ്ട് അഫയേഴ്സിനോട് എന്താണ്, യെസ്, നമ്മളൊരു പഠനത്തോടൊരു ഇഷ്ടം, അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പിന്നെ 20ൽ എന്നെ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ സാറേ അത് മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറയും. അങ്ങനത്തെ സാഹചര്യങ്ങൾ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം ഞാൻ ചെയ്യുക. അത് എത്തിക്കഴിഞ്ഞാലേ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. ആ ട്രാക്കിലേക്ക് എത്തിക്കേണ്ട കാര്യം നിങ്ങളും പേടിക്കേണ്ട, അത് ഞാൻ ഏറ്റു കേട്ടോ. അപ്പൊ അങ്ങനെ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് പോകാം. റെഡിയാണോ? റെഡിയല്ലേ? യെസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച മുതൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഡെയിലി ലൈവ് ക്ലാസ് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടാവും കേട്ടോ. ബാക്കിയുള്ള ക്ലാസ്സുകൾ ലൈവ് ആണോ റെക്കോർഡഡ് ആണോ ഏത് സമയത്താണ് എങ്ങനെയാണെന്നുള്ള ടൈം ടേബിൾ ഒക്കെ നമുക്ക് തരാം. പക്ഷേ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്തുണ്ടാവും, ഡെയിലി ലൈവ് ക്ലാസ് തന്നെ ഉണ്ടാവും കേട്ടോ. യെസ്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞത് രണ്ടാമത്തെ സെഷൻ ആണ്, 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് കേട്ടോ. പിന്നെ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. യെസ്, നമ്മുടെ ജീവശാസ്ത്രം, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇതെല്ലാം കൂടിയാണ് 5 മാർക്ക്. സയൻസിലെ ജീവശാസ്ത്രത്തിലെ 5 മാർക്ക് കേട്ടോ. പിന്നെ ഫിസിക്സ് കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് രണ്ടും കൂടി 5 മാർക്കേ ഉള്ളൂ. ആറ്റങ്ങളും ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും കോമൺ ആയിട്ട് നമ്മൾ കണ്ടു പരിചയമുള്ള നമ്മുടെ സിലബസ്. ഫിസിക്സും കെമിസ്ട്രിയും കൂടെ 5 മാർക്ക് കേട്ടോ. ബയോളജി ഇപ്പുറത്തെ 5 മാർക്ക്. ഇനി ബയോളജിയും ഫിസിക്സ് കെമിസ്ട്രിയും കൂടെ 10 മാർക്ക് ആയിട്ടുള്ളൂ. പക്ഷെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ടോപ്പിക്, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിന്റെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഈ രോഗങ്ങൾ, രോഗകാര്യങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെ ബയോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ അതും കൂടെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ 10 മാർക്ക് കേട്ടോ. അപ്പൊ ഫിസിക്സ് കെമിസ്ട്രിന്ന് ആകെ 5 മാർക്കേ ഉള്ളൂ. കോമൺ ആയിട്ടുള്ള ബയോളജിന്ന് 5 മാർക്ക്, പിന്നെ ഇവിടെ പൊതുജനാരോഗ്യത്തിൽ നിന്ന് 10 മാർക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് 20 മാർക്കിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, CA കൂടാതെ സയൻസ് കുറച്ച് ക്ലാസ്സുകൾ ഞാനും കൂടി എടുക്കും. വേറെ 1-2 ടീച്ചേഴ്സ് നമുക്ക് സയൻസിൽ ഉണ്ടാവും. യെസ്, അതും അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം. കഴിഞ്ഞ UP പരീക്ഷയിൽ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും 20ൽ 17 മാർക്ക് UPയിൽ വരെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നമ്മുടെ SCRT സയൻസിന്റെ ബാച്ചിൽ. ഓക്കെ, അത് ഫുൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 20ൽ തന്നെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും കേട്ടോ. അത് ഇവിടെ നമ്മൾ 1 മാസം കൊണ്ടാണ് എടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ 5 മാസം കൊണ്ട് 4 മാസം കൊണ്ടാണ് എടുക്കുന്നത്. വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം കേട്ടോ. ഒരു പ്രശ്നവുമില്ല. അപ്പൊ CA അങ്ങനെ, കറണ്ട് അഫയേഴ്സ് അങ്ങനെ. പിന്നെ ആദ്യത്തെ GKയുടെ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, അനൂപ് സാറേയും അഭിരാം സാറേയും ഏൽപ്പിക്കും. അത് ഞാൻ തൊടൂല കേട്ടോ. പിന്നെ മാത്സ്, വിമൽ സാറുടെ ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്ക് അറിയാം. വിമൽ സാറുടെ മാത്സ്, വിമൽ സാർ വലിയ ഫേമസ് ഒന്നുമല്ല ആള്. വിമൽ സാർ ഒരു എന്താ പറയാ, സാർ ഇത് കേൾക്കുമെന്തോ, ഒരു പച്ച സാധുവാണ് ആള്. പക്ഷേ ആളുടെ കണ്ടന്റിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം, ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. എന്താണ് കറക്റ്റ് ആയിട്ട് ചോദിക്കുക എന്നുള്ളത് സാർക്ക് കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണമുണ്ട്. സാർ വലിയ എന്താ പറയാ, ഈ ജനറൽ PSCയിലെ വല്ലാണ്ടൊന്നും ആളുകൾക്കിടയിൽ അറിയാത്തത് കൊണ്ടാണ് സാറെ, യെസ് അതെ, സാറെ വല്ലാണ്ടൊന്നും എന്ത് ചെയ്ത് പബ്ലിക് ആവാത്ത. പക്ഷെ നമ്മളെ ക്ലാസ്സുകൾ വിമൽ സാറെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സ് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുത്ത് പഠിക്കാൻ പറ്റുന്നതാണ്. യൂണിവേഴ്സിറ്റി LGSന്റെ ക്രാഷ് മാത്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും സാറുടെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ സാർ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് HST മാത്സ് പോലെയാണ്. 5 ജില്ലകളിലാണ് 1-ാം സ്ഥാനം സാറിന്റെ പിള്ളേർക്ക് കഴിഞ്ഞ വർഷം കേട്ടോ. 5 ജില്ലകളിലാണ് 1-ാം സ്ഥാനം HST മാത്സിന്. അപ്പൊ സാറ് കുറച്ച് റേഞ്ച് വലിയ കൂടിയ മനുഷ്യനാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ സാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതും നമുക്ക് ധൈര്യമായിട്ട് സാറെ ഏൽപ്പിക്കാം. അത് സാറെ ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്ക് അറിയാം. ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് അതും ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. നമ്മൾ എന്താ പറയാ, വലിയ വലിയ ആപ്പുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ വളരെ കുഞ്ഞാണ്. പക്ഷെ
നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നിങ്ങളോട് പറയുന്നുണ്ട്. ഇതാ മാത്സിന്റെ സിലബസ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യും. നമ്മുടെ എല്ലാ ബാച്ചുകളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പച്ചവെള്ളത്തിലെ ടൈപ്പിസ്റ്റിന്റെ ബാച്ച് ആണെങ്കിലും എന്തൊക്കെ ഈ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും അതിന്റെ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയോട് അടുത്തിരിക്കുകയാണ്. LDC ബാച്ച് ആദ്യം നമ്മുടെ മൈൻഡിൽ ഇല്ലാത്ത ഒരു പ്ലാൻ ആയിരുന്നു. സബ്ജക്ട് വൈസ് കോഴ്സുകളായിട്ടായിരുന്നു നമ്മൾ ആദ്യം ചെയ്തിരുന്നത്. പിന്നെ ചെയ്തു വന്നപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഒപ്പം എന്ന് പറയുന്ന ഒരു ബാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ആദ്യം മുതലേ തുടങ്ങാൻ പറ്റാത്തതിലുള്ള ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും എല്ലാ ക്ലാസ്സുകളും അതിൻ്റെതായുള്ള രൂപത്തിൽ പോകുന്നുണ്ട്. ഇത് നമ്മളെ ഇവിടെ ഫ്രം ദി സ്ക്രാച്ച് മുതൽ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് ആണ് കൂടെ എന്ന് പറയുന്നത്. ഇത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന അത്രയും നല്ല ടീച്ചേഴ്സ് ഉണ്ട്, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാലോ. പിന്നെ നമ്മളും 24x7 എന്ന് പറഞ്ഞ പോലെ പച്ചവെള്ളമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബറിൽ പോയതാണ് ഞാനൊരു ട്രിപ്പ്. ഈ 24 മണിക്കൂറും എല്ലാ ദിവസവും ഇപ്പൊ ഈ പറയുന്ന LGSനെയും LDCയെയും ടൈപ്പിസ്റ്റിനെയും ഒക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിലൊരു റിസൾട്ട് വേണം എന്നുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ നമ്മളും നമ്മുടെ ടീമും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ LGSന്റെ ബാച്ചിൽ മാക്സിമം ഒരു ബാച്ചിൽ 100 പേരെ ഉണ്ടാവുള്ളൂ. 101ാമത്തെ ആളെ നമ്മൾ അഡ്മിഷൻ എടുക്കൂല കേട്ടോ. കാരണം ആ 100 പേരെ നമുക്ക് എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം, നിങ്ങളെ മോണിറ്റർ ചെയ്യണം, നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണം കേട്ടോ. ഓക്കെ, ഇതാ പോയിന്റുകൾ നോക്കിക്കോളൂ മനീഷ്. ഇൻഡിവിജ്വൽ സബ്ജക്ട് വൈസ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലെ സബ്ജക്ട് വൈസ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. OMR ടെസ്റ്റ് പ്രിപ്പറേഷൻ ആഴ്ചയിൽ 3 ദിവസം മിനിമം. ഓക്കെ, നിങ്ങൾക്ക് LGS ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. നമ്മുടെ പച്ചവെള്ളത്തിൻ്റെതായിട്ടുള്ള OMR ഷീറ്റ് ഉണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. അത് നിങ്ങൾ പ്രിന്റ് എടുക്കുക, ഒരു 50 എണ്ണെങ്കിലും പ്രിന്റ് എടുത്തോളുക. ഓക്കെ, തിങ്കൾ ബുധൻ ദിവസം ഏതാന്നുള്ളത് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. LDC അല്ലാത്ത ദിവസങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സമയം വെച്ചിട്ട് ചെയ്യുക. എത്ര മാർക്ക് കിട്ടി, എത്ര മാർക്ക് തെറ്റായി, പിന്നെ GK എത്ര മാർക്ക്, മാത്സിന് എത്ര മാർക്ക്, CA എത്ര മാർക്ക് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ മാർക്കൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. നമ്മളെ ഓരോ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് 60 മാർക്കിൽ കൂടാത്ത ആളുകളെ വരൂ, നമുക്കൊരു മീറ്റിംഗിൽ ഇരിക്കാം, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാം. ആ രൂപത്തിലുള്ള ഗൂഗിൾ മീറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളെ കാണുന്ന മീറ്റിങ്ങുകളും നമുക്ക് ഇടയിലിടയിൽ അറേഞ്ച് ചെയ്യാം. പിന്നെ ഓരോ പോർഷൻസ് കഴിയുമ്പോഴും അതിന്റെ മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും ഒക്കെ ഉണ്ടാവും. ലൈവ് ക്ലാസ്സും ചില ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ടുമായിരിക്കും ഈ ബാച്ചിൽ നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പൊ ആ രൂപത്തിൽ ഉണ്ടാവും. നിങ്ങൾക്ക് 24x7 7510 താഴെയുള്ള നമ്പറിൽ 7510 116655 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്റെ കയ്യിലും ഒരു സ്റ്റാഫിന്റെ കയ്യിലും കൂടിയാണ് ആക്സസ് ഉള്ളത്. ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും. എന്തെങ്കിലും ചെറിയൊരു ഡിലേ ക്ലാസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ തിരക്കുകൾ ഉണ്ടെങ്കിലോ ഡിലേ ആവും. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ നോക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ഈ കോഴ്സ് കഴിയുന്നത് വരെ കേട്ടോ. പിന്നെ SCRT എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ നമ്മുടെ, പ്രത്യേകിച്ചും സയൻസിലും സോഷ്യലിലൊക്കെയാണ് SCRT ആവശ്യമുള്ളത്. അത് ഓൾറെഡി നമ്മള് LDCക്ക് ആവശ്യമുള്ള രൂപത്തിൽ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് അതിനകത്ത് നിന്ന് വേർതിരിച്ചെടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ടോട്ടൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് കുറച്ച് മാത്രം തരിക എന്നുള്ളത് മാത്രമേ ഇനി അതിനകത്ത് ബാക്കിയുള്ളൂ. പിന്നെ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും PSC ബുള്ളറ്റിലൊക്കെ വരുന്ന LGS ലെവൽ പരീക്ഷകളും LGS ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ബാച്ചിൽ പല സമയത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിൽ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. അടുത്തൊരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും കേട്ടോ. അപ്പൊ ഒക്ടോബർ ടു ഡിസംബർ ആണ് PSC പറഞ്ഞിരുന്നെങ്കിലും ഒക്ടോബറിൽ മലപ്പുറം 3 ജില്ലകളിൽ പരീക്ഷ ഒക്ടോബറിൽ നടക്കുന്നുണ്ട് LDC. അപ്പൊ അത്രയും ആളുകൾ എഴുതുന്ന പരീക്ഷയിൽ പിന്നെ LGSും കൂടെ അവിടെ ഇൻജെക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷകൾ നടക്കുക കേട്ടോ. എക്സാമിന്റെ ഒരു എക്സ്പെക്ടേഷൻ അങ്ങനെയാണ്. അപ്പൊ നമ്മളെ ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൗണ്ടേഷൻസും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു 90 ദിവസം നമുക്ക് കിട്ടും. ആ ടൈം ടേബിൾ അനുസരിച്ച് ഫസ്റ്റ് നമ്മുടെ പ്ലാൻ ഇങ്ങനെയാണ്. ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത് ഡെയിലി CA ക്ലാസ് ഉണ്ടാവും. വീക്കിലി 3 OMR ടെസ്റ്റുകൾ ഉണ്ടാവും. സയൻസിന്റെയും മാത്സിന്റെയും ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ OMR ചെയ്യുമ്പോൾ തന്നെ GKയുടെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? OMR ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ GKയുടെ ഫൗണ്ടേഷൻ കിട്ടും. സോഷ്യലിന്റെയും നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ചെയ്യും കേട്ടോ. അത് ഇവിടെ വിട്ടുപോയതാണ്. സോഷ്യലിന്റെയും ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. OMR ചെയ്യും. സയൻസിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടാവും, മാത്സിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതൊക്കെ കൂടെ ഒരു 20-25 ദിവസം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടൈം ടേബിൾ നമുക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു 90 ദിവസത്തെ ടൈം ടേബിൾ, ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള പഠനവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം,
ദീസ് ഡേയ്സിൽ ഇപ്പോൾ ഉള്ള ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ബേസിക്സ് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് തറാക്കി വെക്കാം കേട്ടോ. അതാണ് നമ്മുടെ ഒരു പ്ലാനിങ്. ഓക്കെ, യെസ്. പിന്നെന്താണ്, പിന്നെ LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആഴ്ചയിൽ 3 ദിവസം നമ്മൾ തരും. ഇനി ഇത് എവിടെ നിന്ന് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ www.pachavalam.com എന്ന് പറയുന്നതാണ് നമ്മുടെ ചങ്കായ വെബ്സൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. www.pachavalam.com കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് കേട്ടോ. യെസ്, ഈ വെബ്സൈറ്റില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ കണ്ടോ നിങ്ങള്, എവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ടാബ് കിട്ടും കേട്ടോ, അല്ലെങ്കിൽ താഴേക്ക് ആയിട്ട് ഉണ്ടാവും കേട്ടോ, ഓപ്ഷൻസ് ഉണ്ടാവും. യെസ്, ഇതിനകത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th ലെവൽ, ഡിഗ്രി ലെവൽ, LGS ലെവൽ, LP-UP, അതർ +2 ലെവൽ, ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൽ LGS എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പ്രിലിംസ് മോഡലില് PSC ഇതുവരെ നടത്തിയ ചോദ്യങ്ങൾ കേട്ടോ. യെസ്, അത് ഏതൊക്കെയുണ്ടോ അതൊക്കെ അതിനകത്തുണ്ട്. മെയിൻസ്, LGS മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇനി ഡയറക്റ്റ് ആയിട്ട് ഒറ്റ എക്സാം ആയിട്ട് നടത്തിയത് ഇങ്ങനെ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മൊത്തത്തിൽ പഠിച്ചാൽ തന്നെ മക്കളെ 50 മാർക്ക് ഷുവറാ കേട്ടോ. അതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും. ഓക്കെ, വെബ്സൈറ്റിൽ എപ്പോ വേണമെങ്കിലും അടിച്ചു പോകാം, www.pachavalam.com. ഓക്കെ, യെസ്, അപ്പൊ അതും മൈൻഡിൽ വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ തന്നെ എന്ത് ചെയ്യും, ആഴ്ചയിൽ 3 ദിവസം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് തരും പഠിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളും ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ അതും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. മാത്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വിമൽ സാറിന്റെ മാത്സ്. നിങ്ങൾ ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രം. പിന്നെ മാത്സും അതുപോലെ തന്നെ സോഷ്യലിന്റെ സബ്ജക്ട് ഒക്കെ നമ്മള് എന്താ പറയാ 27-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും ഇതിലേക്ക് ടീച്ചേഴ്സ് ആക്റ്റീവ് ആയിട്ട് വരുള്ളൂ കേട്ടോ. കാരണം എല്ലാവരും LDC ഫോക്കസ് ചെയ്ത് പോർഷൻസ് തീർക്കുന്ന തിരക്കിലാണ്. 27-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും. ഈ ഒരാഴ്ച കുറച്ച് ക്ലാസ്സുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് അടിച്ചു പൊളിച്ചങ്ങ് പോകാം കേട്ടോ. യെസ്, പിന്നെ ജനറൽ നോളജിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെ കേരള ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുത്തു പറയാൻ കാരണം ഇതിന്റെയൊക്കെ സിലബസ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ സിലബസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിലബസേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് വെറുതെ കോൺഫിഡൻസ് പറയുന്നതല്ല, തീർച്ചയായിട്ടും നമ്മൾ പഠിക്കും, നമ്മൾ നേടും. ഈ ഒരു ദിവസം നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ എപ്പോഴും ഓർക്കണം. കാരണം ഇതായിരുന്നു എന്റെ തുടക്കം എന്നുള്ളത് നിങ്ങൾക്ക് ഭാവിയിൽ പറയാൻ സാധിക്കണം. എല്ലാവരും, നിങ്ങൾ ചിലപ്പോ പല യൂട്യൂബ് ചാനലും പല ടീച്ചേഴ്സിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളായേക്കാം, ഇതിനു പുറമെ ഫോളോ ചെയ്യുന്ന ആളുകളായേക്കാം, അല്ലാതിരിക്കാം. എങ്ങനെയാണെങ്കിലും ജോലി കിട്ടുന്ന സമയത്ത് പച്ചവെള്ളത്തിൽ നിങ്ങൾ ഓർക്കും. അത് നമ്മുടെ വാക്കാണ്, അത് നമുക്ക് നിർബന്ധമാണ്. യെസ്, അത് കട്ടായം ചെയ്തിരിക്കും എന്നുള്ളത് മാത്രം ഉറപ്പ് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പോരെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റൂലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? യെസ്, പിന്നെ നിങ്ങളെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കൂട്ടുകാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പച്ചവെള്ളത്തിന്റെ ബാച്ച് സജസ്റ്റ് ചെയ്യാമേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യും. 999 രൂപയ്ക്കാണ് നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ളത്. കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം കേട്ടോ. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം, പറ്റുന്ന അത്രയും അഭിപ്രായങ്ങൾ നമ്മളെ സ്വീകരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചു പോകും കേട്ടോ. യെസ്, വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, യെസ്. അതെ, സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ സിലബസ്, അതാണ് നമ്മൾ ഇവിടെ പ്രിലിംസ് എന്ന്. ഇത് നമ്മൾ വേരിയസ് LGSന് വേണ്ടിയിട്ടാണ് ആക്ച്വലി തുടങ്ങുന്നത്. പിന്നെ സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസ് നോക്കുകയാണെങ്കിൽ സെയിം സിലബസ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ പ്രിലിംസുകാരെ കൂടെ വേണമെങ്കിൽ ഇതിലേക്ക് കൂട്ടാം എന്നുള്ളത് കൊണ്ടാണ് ആ പേര് കൂടി ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. മെയിൻസിന്റെ സിലബസ്, സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസിന്റെ സിലബസ് LDCയുടെ സിലബസിന് സെയിം ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും, അപ്പൊ വേറെ കോഴ്സുകൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രിലിംസിന് ഓറിയന്റ് ചെയ്തുകൊണ്ട് മാത്രമേ പിന്നെ ചെയ്യുന്നുള്ളൂ. സെക്രട്ടേറിയറ്റ് OAയുടെ ഒരു ഫുൾ ബാച്ച് ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നില്ല. പ്രിലിംസിനെ ഓറിയന്റ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി അതിന്റെ മെയിൻസ് 2025-ലായിരിക്കും. എന്തായാലും ഒരു 6 മാസം സമയം ഉണ്ടാവും. ആ സിലബസ് തീർക്കാനുള്ള സമയം അതിന്റെ ഇടയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസിന്റെ സിലബസ് അല്ല ഇത്, പ്രിലിംസ് ഉണ്ട്. ഒക്ടോബറിലോ നവംബറിലോ പ്രിലിംസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ സിലബസ് ആണ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ. യെസ്, വളരെ സന്തോഷം. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ചു പേരേ ഉള്ളൂ, ജോയിൻ ചെയ്തവർ തന്നെ എല്ലാവരും എത്തിയിട്ടില്ല. പിന്നെ ക്ലാസിന്റെ സമയം 8 മണിയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇന്ന് ഇങ്ങനെ ഒരു സമയം, രാവിലെയൊക്കെ ക്ലാസ്സുകൾ തിരക്കായതുകൊണ്ടാണ്. യെസ്, കേരള ബാങ്കിന്റെ സിലബസ് അത് നമ്മളിപ്പോ നോക്കുന്നില്ല. കേരള ബാങ്കിന്റെ സിലബസിൽ കുറച്ച് മാറ്റമുണ്ട്.
യെസ്, അതിനെ കുറിച്ച് വലിയ അതിലേക്ക് ഇരുന്നിട്ടില്ല കേട്ടോ. കേരള ബാങ്ക് ചിലപ്പോ പല സമയത്തായിരിക്കും വിളിക്കുക. അപ്പോൾ കേരള PSCയുടെ പോലെ അല്ലാത്തത് കൊണ്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മളിപ്പോ ചെയ്യുന്നില്ല. നമ്മുടെ അനൗൺസ്മെന്റിലും അതൊന്നും വന്നിട്ടുമില്ല കേട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ് സിലബസിൽ വരുന്നത്. യെസ്, അത് നിങ്ങൾക്ക് ഇതനുസരിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ സാധിക്കുമെങ്കിൽ കൂട്ടുകാരെ സജസ്റ്റ് ചെയ്യാം, പിന്നെ നന്നായിട്ട് പഠിക്കാം കേട്ടോ. എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ആ ഗ്രൂപ്പ് കൂടെ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടോ? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഈ ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. 7510116655 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. യെസ്, അത്രേ ഉള്ളൂ ദിവസം പറയാനുള്ളത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.